ഇത് എൻ്റെ പഴയ താക്കോലാണ്, എൻ്റെ ഫിയസ്റ്റയുടെ. ആ താക്കോല് ഫുള്ളായിട്ട് തേഞ്ഞ് തീർന്നിട്ടുണ്ട്. പക്ഷേ ഈ താക്കോല് തേഞ്ഞ് തീർന്നുകൊണ്ട് ഞാൻ പുതിയ താക്കോല് ചെയ്തെടുത്തിട്ടുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷേ ഈ ചെയ്ത താക്കോൽ ഒരിക്കലും നമ്മുടെ വണ്ടി എടുക്കത്തില്ല. കാരണം ഇതിനകത്ത് ഒരു എൻജിൻ ഇമ്മൊബിലൈസർ ഉണ്ട്. എൻജിൻ ഇമ്മൊബിലൈസർ ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള ഈ ചിപ്പ് ഉണ്ടെങ്കിൽ, ഇതിനകത്തുള്ള ചിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാറ് ഈ താക്കോൽ സെൻസ് ചെയ്യത്തുള്ളൂ. സോ നമുക്ക് ഇത് പലരും കൊണ്ട് 1500 രൂപയൊക്കെ മുടക്കി രണ്ടാം പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. ഞാൻ ഈ ഒരു പ്രക്രിയയിലൂടെ ചെയ്തപ്പോൾ എനിക്ക് സക്സസ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞ സംഭവം. ഇതിനകത്താണ് ചിപ്പ് ഇരിക്കുന്നത്. ചിപ്പല്ല, ഒരു നെറ്റിൻ്റെ ക്ലിപ്പാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു പിച്ചാത്തി എന്തെങ്കിലും ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള സാധനം വെച്ച് കുത്തുവാണെങ്കിൽ ഇത് നൈസായിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഉണ്ടല്ലോ, ഇത് ഊരിയെടുത്തിട്ടുണ്ട്. ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തട്ടി കഴിയുമ്പോഴത്തേക്കും ഇതാണ് ഫോർഡ് ഫിയസ്റ്റയുടെ ട്രാൻസ്പോണ്ടർ. ഈ സംഭവമാണ് നമ്മുടെ ഇമ്മൊബിലൈസറായിട്ട് കണക്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ട് സഹായിക്കുന്നത്. സോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച കീ ആണ്. ഇതിനകത്ത് സെയിം ഓട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ഹോളുണ്ട്. അതിലോട്ട് ഈ സാധനം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് പഴയ അതേ സംഭവം വെച്ചൊന്ന് അടച്ചു കൊടുത്താൽ ഈ കീ സെറ്റായി. നമുക്കിതിന് വർക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഇപ്പം ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് കീ ആണ്. അതിനകത്ത് നമ്മൾ സെൻസറും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ആവാൻ നോക്കാം. സിമ്പിൾ ആൻഡ് സക്സസ്. അപ്പോൾ ഇപ്പം നിങ്ങളെ കീ ലൂസായി പോവാണെങ്കിൽ ഇങ്ങനൊരു ചെറിയ പരിപാടി ചെയ്ത് നോക്കിയിട്ട് മാത്രം സെറ്റായാലും ഏറ്റിലെ മാത്രം പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ കൊടുത്താൽ മതി. ഒരുമാതിരിപ്പെട്ട കീ എല്ലാം ഈ ഒരു രീതിയിലൂടെ വർക്ക് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.